ബാഹുബലി. ഈ പേര് കേൾക്കാത്തവർ വളരെ 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 കുറവാണ്. ലോകപ്രശസ്തമായ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രം ബാഹുബലി. നിങ്ങൾക്കറിയാമോ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ശരിക്കും ഒരു ബാഹുബലി ജീവിച്ചിരുന്നു. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടാവാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടാവാം. ഇത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഒരു ബാഹുബലി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം തീർത്തും വ്യത്യസ്തമായിരുന്നു. സിനിമയിലെ ബാഹുബലിയും യഥാർത്ഥ ബാഹുബലിയും തമ്മിൽ ചില കാര്യങ്ങളിൽ മാത്രമാണ് സാമ്യതയുള്ളത്. ഒന്ന്, ഇവരുടെ രണ്ടുപേരുടെയും പേര് തന്നെയാണ് ബാഹുബലി. രണ്ട്, ഇവരുടെ ശക്തിയാണ്. യഥാർത്ഥ ബാഹുബലിയും വളരെ ശക്തിശാലിയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത് തന്നെ. ബാഹുബലി, സ്ട്രോങ് ആംസ്, ശക്തമായ ഭുജങ്ങളുള്ളവൻ. പറയുന്നത് അദ്ദേഹത്തിന് കൈകൾക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും വളരെയധികം ശക്തിയായിരുന്നതാണ്. ഇതിനു പുറമെ ഇദ്ദേഹം വളരെ മിടുക്കനായ യോദ്ധാവുമായിരുന്നു. വളരെ മിടുക്കനായ യോദ്ധാവ്. മൂന്നാമത്തെ സാമ്യത, സിനിമയിലെ പോലെ തന്നെ യഥാർത്ഥ ബാഹുബലിയും രാജ്യം സ്വന്തമാക്കാൻ വേണ്ടി സഹോദരനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ബാഹുബലിയുടെ ജീവിതത്തിലെ കഥ സിനിമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സത്യത്തിൽ ഒരൽപ്പം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലേ ഉള്ളൂ. കാരണം യഥാർത്ഥ ബാഹുബലിയുടെ ജീവിതത്തിൽ വില്ലനും നായകനും രണ്ടും ഒരാൾ തന്നെയാണ്, ബാഹുബലി തന്നെ. വില്ലൻ നായകനായി മാറിയതാണ് ബാഹുബലിയുടെ യഥാർത്ഥ കഥ. ബാഹുബലിയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. കർണാടകയിൽ അതിമനോഹരമായൊരു ശില്പമുണ്ട്. ഈ ശില്പം ബാഹുബലിയുടേതാണ്. കർണാടകയിൽ ഈ ശില്പം അറിയപ്പെടുന്നത് ഗോമതേശ്വര എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോമതേശ്വര സ്റ്റാച്യു കർണാടക എന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിമനോഹരമായൊരു ശില്പമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ശില്പം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരൊറ്റ കല്ലിൽ നിന്നുമാണ് എന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഉയരമാണ്. 57 അടിയാണ് ഈ ശില്പത്തിൻ്റെ ഉയരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 57 അടിയുള്ള ഒരൊറ്റ കല്ലിൽ തീർത്ത ശില്പം. കുറച്ചുനാൾ മുൻപ് വരെ ഈ ശില്പത്തിൻ്റെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ടായിരുന്നു. ഇപ്പോൾ റെക്കോർഡുകളുണ്ടോയെന്നറിയില്ല. പക്ഷെ എന്തായാലും സംശയമില്ലാതെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ശില്പങ്ങളിലൊന്ന് ഈ ശില്പമാണ്. ഗോമതേശ്വര സ്റ്റാച്യു, ബാഹുബലിയുടെ സ്റ്റാച്യു ആണത്. കുറഞ്ഞത് 1000 വർഷങ്ങളുടെ പഴക്കം ഈ ശില്പത്തിനുണ്ട്. അതിൽ കൂടുതൽ കാണും, പക്ഷെ കുറഞ്ഞത് 1000 വർഷങ്ങളുടെ പഴക്കം ഈ ശില്പത്തിനുണ്ട്. യഥാർത്ഥ ബാഹുബലിയുടെ കഥ ഇതിലും പഴക്കമുള്ളതാണ്. നമുക്കിനി യഥാർത്ഥ ബാഹുബലിയുടെ കഥ കേൾക്കാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ബാഹുബലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ 2 കഥകൾ വരുന്നുണ്ട്. 2 കഥയും തുടക്കത്തിൽ ഒരല്പം വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ അവസാനം ഒന്ന് തന്നെയാണ്. കഥ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ എസൻസ്, അത് തരുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്. ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നീടൊരിക്കൽ രണ്ടാമത്തെ കഥയും മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. ഇനി നമുക്ക് കഥ തുടങ്ങാം. ആദ്യത്തെ കഥ ഇങ്ങനെയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. മൂത്ത മകൻ്റെ പേര് ഭരത്, രണ്ടാമത്തെ മകൻ്റെ പേര് ബാഹുബലി. സാധാരണ ട്രഡീഷനും കീഴ്വഴക്കങ്ങളും പ്രകാരം അച്ഛന് ശേഷം അടുത്ത രാജാവ് മൂത്ത മകനാണ്. അങ്ങനെയിരിക്കെ ഈ രാജാവ് രാജ്യം ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു സന്യാസിയായി. നാട് വിട്ട് അദ്ദേഹം പോയി. ഇത് വളരെ വലിയൊരു കുഴപ്പമുണ്ടാക്കി. അടുത്ത രാജാവ് ആര്? ഇതിനൊരു വ്യക്തതയുണ്ടായിരുന്നില്ല. സാധാരണ ട്രഡീഷൻ പ്രകാരം അടുത്ത രാജാവ് ഭരതാണ്. പക്ഷേ അങ്ങനൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അവസാനത്തെ രാജാവ് ചെയ്തിട്ടില്ല. അടുത്ത രാജാവ് ആരെന്ന് പറയാതെയാണ് രാജാവ് പോയത്. ഒരുപാട് പേർ സന്യാസിയായ രാജാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അടുത്ത രാജാവ് ആരാണെന്ന് പറഞ്ഞിട്ട് പോകും.
പക്ഷെ അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്: ഞാൻ ആ രാജ്യം ഉപേക്ഷിച്ചതാണ്. ഞാനൊരു സന്യാസിയാണ്. ഇനി എനിക്ക് ആ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ അവകാശമില്ല. ഞാൻ ഉപേക്ഷിച്ചൊരു കാര്യത്തിൻ്റെ തീരുമാനം ഞാൻ എങ്ങനെ എടുക്കാനാണ്? അഥവാ ഞാൻ ചെയ്താൽ അതിനർത്ഥം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതെല്ലാം കള്ളമായില്ലേ? മാത്രവുമല്ല, ഇനി ഞാൻ ആ തീരുമാനം എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, എൻ്റെ മക്കളിൽ ഒരാളായിരിക്കണം അടുത്ത രാജാവെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും സ്വാർത്ഥതയുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നില്ലേ? ഞാനിപ്പോഴും അറ്റാച്ച്ഡ് ആണെന്ന് ആൾക്കാർക്ക് തോന്നില്ലേ? എൻ്റെ അറ്റാച്ച്മെൻ്റ് എല്ലാം പോയി എന്ന് പറഞ്ഞത് വെറുതെ ആവില്ലേ? ഞാൻ ആ രാജ്യത്തെ ഉപേക്ഷിച്ചതാണ്. എൻ്റെ അറ്റാച്ച്മെൻറ്റുകളെല്ലാം ഉപേക്ഷിച്ചതാണ്. ഇനി ആ രാജ്യത്ത് അടുത്ത രാജാവ് ആരെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് അവർ തന്നെയാണ്. ഞാനിതിൽ ഇനി സംസാരിക്കാൻ പാടില്ല. അത് ശരിയല്ല. സന്യാസിയായ രാജാവ് പറയുന്നത് ശരി തന്നെയാണ്. അദ്ദേഹം അതിൽ ഇനി ഇടപെടാൻ പാടില്ല. ഇടപെട്ടാൽ അദ്ദേഹത്തിൻ്റെ റെനൗൺസിയേഷൻ അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് 100% സത്യമാവില്ല. പക്ഷേ ഇത് വളരെ വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കിയത്. ഭരത്തിന് രാജാവാവണമെന്ന് ആഗ്രഹമില്ല. ഭരത് ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന് ധ്യാനത്തിൽ വളരെയധികം താല്പര്യമുണ്ട്. ഭരത്തിനോട് രാജാവാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഭരത് പറയുന്നത്, കീഴ്വഴക്കങ്ങൾ പ്രകാരം ഞാനടുത്ത രാജാവാണ്, പക്ഷേ അച്ഛൻ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഭരത്താണ് അടുത്ത രാജാവെന്ന് അച്ഛനൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്താതെയാണ് പോയത്. അച്ഛൻ ആ രാജ്യം എന്നെ ഏൽപ്പിച്ചിട്ടല്ല പോയത്. എന്നെ ഏൽപ്പിക്കാത്തൊരു കാര്യം ഞാൻ എങ്ങനെ സ്വന്തമാക്കും? ഞാൻ എങ്ങനെ ഈ രാജ്യത്തിൻ്റെ രാജാവാകും? സർവോപരി ഭരത്തിന് ധ്യാനത്തിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഭരത്തിന് രാജാവാൻ താല്പര്യമില്ല. ഇതെല്ലാം ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ബാഹുബലിക്കാണ്. കാരണം ബാഹുബലിക്ക് രാജാവാൻ ആഗ്രഹമുണ്ടായിരുന്നു. രാജാവാകാനും ഈ ലോകം ഓഫർ ചെയ്യുന്ന സുഖങ്ങൾ അനുഭവിക്കാനൊക്കെ ബാഹുബലിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രാജാവാവുക എന്നത് ബാഹുബലിക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒന്ന്, അച്ഛൻ ബാഹുബലിയെ രാജാവായി അനൗൺസ് ചെയ്തിട്ടില്ല. ചേട്ടനാണെങ്കിൽ ഇതിലൊന്നും താല്പര്യമില്ലെന്നും ഞാനിത് ഉപേക്ഷിക്കുന്നുവെന്ന് പറയുന്നുമില്ല. ഭരത്തിനോട് നിനക്ക് സന്യസിക്കാനാണ് താല്പര്യമെങ്കിൽ രാജ്യം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഭരത് പറഞ്ഞ മറുപടി ഇതാണ്: നോക്കൂ, അച്ഛൻ എന്നെ ഒഫീഷ്യലി ഈ രാജ്യം ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ഈ രാജ്യം സ്വന്തമാക്കിയിട്ടില്ല. സ്വന്തമാകാത്തൊരു കാര്യത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഭരത്തിൻ്റെ വാക്കുകളിൽ ലോജിക്കുണ്ട്, യുക്തിയുണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടാത്തൊരു സാധനം നിങ്ങൾക്ക് കളയാൻ സാധിക്കുമോ? നിങ്ങൾ ഇതുവരെ സ്വന്തമാക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കിട്ടിയിട്ടില്ല, പിന്നെങ്ങനെയാണ് കളയുന്നത്? അതായിരുന്നു ഭരത്തിൻ്റെ ലോജിക്ക്. എനിക്ക് ഈ രാജ്യം ആരും തന്നിട്ടില്ല. ഞാൻ ഈ രാജ്യം സ്വന്തമാക്കിയിട്ടില്ല. പിന്നെ ഞാനിത് ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഭരത് ഒന്നും മിണ്ടാതെ സന്യസിക്കാൻ പോയി. മലകളിൽ എവിടെയോ. ബാഹുബലിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി മാറി. കുറച്ചുനാൾ ബാഹുബലി കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. 1 വർഷം വരെ ബാഹുബലി കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ബാഹുബലിയുടെ ക്ഷമ നശിച്ചു. ഒന്നുകിൽ ചേട്ടൻ വളരെ വ്യക്തമായി പറയുക, ചേട്ടൻ ഇവിടെ താല്പര്യമില്ല എന്ന്, ഈ രാജ്യം വേണ്ട എന്ന്, രാജാവാകണ്ട എന്ന്. അതല്ലെങ്കിൽ ചേട്ടനെ കൊല്ലുക. ഇത് രണ്ടുമല്ലാതെ ബാഹുബലിയുടെ മുന്നിൽ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടനെ അന്വേഷിച്ച് ബാഹുബലി ഇറങ്ങി. മലകളിൽ എവിടെയോ ധ്യാനിക്കുന്ന ചേട്ടനെ ബാഹുബലി കണ്ടെത്തി. പറഞ്ഞല്ലോ, ബാഹുബലി വളരെ സ്ട്രോങ് മനുഷ്യനാണ്. ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് ബാഹുബലിക്ക് വളരെ എളുപ്പമാണ്. ഭരത്തിനെ ബാഹുബലി പൊക്കിയെടുത്തു. താഴ്വരയിലേക്ക് വലിച്ചെറിയാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്താൽ ചേട്ടൻ്റെ പൊടി പോലും കിട്ടില്ല. ബാഹുബലി ഭരത്തിനെ പൊക്കിയെടുത്തപ്പോൾ ബാഹുബലിയുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. എന്തിനു വേണ്ടി? എന്താണ് ഞാൻ ഈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? രാജ്യത്തിന് വേണ്ടിയോ? എൻ്റെ അച്ഛനൊരു ജീവിതകാലം മുഴുവൻ രാജാവായിരുന്നതാണ്. പക്ഷെ ഒടുവിൽ അദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിക്കുന്നു. ഇതിലൊന്നും അർത്ഥമില്ലെന്ന് വളരെ വ്യക്തമായി പറയുന്നു. എൻ്റെ ചേട്ടൻ്റെ ഒരു പാവമാണ്. ഒരിക്കൽ പോലും അദ്ദേഹം രാജാവാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ
ഞാൻ രാജാവാവണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം സന്തോഷത്തോടെ എന്നെ രാജാവാക്കിയനെ. സത്യമെന്നാൽ ഭരത്തിനെ കൊല്ലാൻ വേണ്ടി ബാഹുബലി പൊക്കിയെടുത്തപ്പോൾ പോലും ഭരത് തിരിച്ചെതിർത്തിട്ടില്ല, ഫൈറ്റ് ചെയ്തിട്ടില്ല, രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല, വേണ്ട എന്ന് പോലും പറഞ്ഞിട്ടില്ല. മിണ്ടാതിരിക്കുകയാണ്. അനിയൻ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, നിശബ്ദനായിരിക്കുകയാണ്. ഒരു കുട്ടികളെ പോലെയാണ് ഭരത് ഇതൊക്കെ കാണുന്നത്. ബാഹുബലിക്കും അവരുടെ കുട്ടിക്കാരൻ തന്നെയാണ് ഓർമ്മ വന്നത്. കുഞ്ഞുനാൾ മുതലേ ഭരത് വളരെ വീക്കാണ്. മൂത്ത ചേട്ടനാണ്, പക്ഷെ വീക്കാണ്. ബാഹുബലി ആവട്ടെ കുട്ടിക്കാലം മുതൽക്കേ വളരെ സ്ട്രോങ് ആണ്. കുഞ്ഞുനാളുകളിലും ഒരുപാട് തവണ ഭരത്തിനെ ബാഹുബലി പൊക്കിയെടുത്തിട്ടുണ്ട്. ഓർമ്മകളെല്ലാം ബാഹുബലിയുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ബാഹുബലി കരയാൻ തുടങ്ങി. അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ചേട്ടൻ ഒരിക്കൽ പോലും താല്പര്യം കാണാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഈ പാവത്തിനെ കൊല്ലാൻ പോവുകയാണ്. എന്ത് വലിയ തെറ്റാണ്. ബാഹുബലി സഹോദരനെ താഴെ ഇരുത്തി കാലിൽ തൊട്ട് വന്ദിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നു. ബാഹുബലി ധ്യാനത്തിലേക്ക് പോയി. ഒന്നും മിണ്ടാതെ അനങ്ങാതെ വർഷങ്ങൾ കടന്നുപോയി. പറയുന്നത് ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥകളിലേക്കെല്ലാം അദ്ദേഹം എത്തിയെന്നാണ്. അദ്ദേഹം ബോധോദയം കൈവരിച്ചു എന്നാണ്. വർഷങ്ങൾ കടന്നുപോയി. ഭരത്തിൻ്റെ ബാഹുബലിയുടെ അച്ഛൻ ഇതേ വഴിയിലൊരിക്കൽ വന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ബാഹുബലി എന്തെങ്കിലും ധ്യാനിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. അതിനുള്ള ഒരു സാധ്യതയും ബാഹുബലി ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല. ഇവിടെ ആവട്ടെ ബാഹുബലി ധ്യാനിക്കുന്നു മാത്രമല്ല, അദ്ദേഹം ബോധോദയം കൈവരിച്ചിരിക്കുന്നു. എന്നാൽ ഭരത് ബോധോദയം കൈവരിച്ചിരുന്നില്ല. ബാഹുബലിക്ക് എത്രയോ മുൻപ് ധ്യാനിക്കാൻ തുടങ്ങിയ ആളാണ് ഭരത്. അച്ഛൻ വന്നപ്പോൾ ഭരതും കണ്ണു തുറന്ന് ചോദിച്ചത് ഇതേ ചോദ്യമാണ്. എന്തുകൊണ്ട് എനിക്ക് ബാഹുബലിയോടൊപ്പം ബോധോദയം കൈവരിക്കാൻ സാധിച്ചില്ല? അവർ അച്ഛൻ പറഞ്ഞു, ഒരൊറ്റ ചിന്ത കാരണം. നീ വളരെ നല്ലവനാണ്, നീ ധ്യാനത്തിൽ ഒരുപാട് ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഒരു ചിന്ത, അഹങ്കാരത്തിൻ്റെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിലുണ്ട്. നോക്കൂ, ഈ ലോകത്ത് ജീവിതകാലം മുഴുവൻ രാജാവായി ജീവിച്ച് രാജാവായി മരിച്ച ആൾക്കാരുണ്ട്. ഈ ലോകത്ത് രാജാവായി ജീവിച്ച് ഇതിലൊന്നും അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി രാജ്യം ഉപേക്ഷിച്ച ആൾക്കാരുണ്ട്. പക്ഷേ രാജ്യം കിട്ടുന്നതിന് മുൻപ് തന്നെ എനിക്കിത് വേണ്ടെന്നും ഇതിലൊന്നും അർത്ഥമില്ലെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചൊരാൾ നീ മാത്രമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തത് നീ മാത്രമാണെന്നൊരു ചിന്ത നിനക്കുണ്ടായിരുന്നു. നീ സ്പെഷ്യലാണെന്നൊരു ചിന്ത നിനക്കുണ്ടായിരുന്നു. അത് മാത്രമാണ് നിനക്ക് തടസ്സമായി നിൽക്കുന്നത്.